എണീക്ക് മോനെ, എണീക്കടാ മോനെ, എണീക്കടാ. ലഹുറുബാങ്കായിട്ടും നീ എണീച്ചില്ലെന്ന് ചോദിച്ചു ഉപ്പാടെ ബഹളം തുടങ്ങിക്കണ്. ബെക്ക ഈ പാല് കുടിച്ച് എണീച്ച് ചെല്ലാൻ നോക്കി. കൊറേ ആയി തിരക്കണ്. പോയി പറയട്ടെ. ഞാൻ നല്ല സ്വപ്നം കണ്ടുവരുമായിരുന്നു. അയ്യോടാ, എന്റെ മോൻ സ്വപ്നം കണ്ട് കിടക്കായിരുന്നു. ഉമ്മ അറിഞ്ഞില്ല കുഞ്ഞെ. വേഗം താഴത്തേക്ക് വരാൻ നോക്കി. കുടിക്ക്, വേഗം എണീക്ക് സൂറാ. അപ്പൊ ഇനി തൊപ്പിയും കുപ്പായും കിട്ടിയാ മതി. ബാക്കിയെല്ലാം കൊണ്ട് ഈ പോലീസായി ഇല്ല ദാവൂദേ? നല്ല തന്നെ. വലിയ വലിയ ഗാസിമാരും തങ്ങന്മാരും ഒക്കെ ഉണ്ടായ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു പോലീസുകാരൻ കൂടി ഉണ്ടായല്ലോ. വലിയ നല്ല തന്നെ അല്ലേ ബേബി? അതെ. ഒന്നും കുറച്ച് കണ്ടല്ല. ഇതാണ് പടച്ചോൻ എന്റെ തലയിൽ വിധിച്ചിരിക്കുന്നത്. എനിക്കറിയാം. കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാവൂലേ? പള്ളിയിലും പിന്നെ കുറച്ച് സ്ഥലത്തൊക്കെ പോകാനുണ്ട്. വലൈക്കും സലാം. ഞാനെന്നാ ചെല്ല്, നിസ്കാരം കള ആക്കണ്ട. എന്താ മുട്ട പിഴുങ്ങി വെക്കാൻ പറഞ്ഞു. അതുകാരനെ മോനെ, കാലിന്റെ ഇടയിൽ ഇരിക്കുന്ന സ്കൂട്ടറാ, റോക്കറ്റ് അല്ല. നോക്കിയും കണ്ട് ഓടിച്ചോളി. ഒരു ക്ലിയർ പ്രോട്ടോകോൾ ബ്രീച്ച്. പക്ഷേ ദിസ് ഇസ് ദ റൈറ്റ് തിങ് ടു ബി ഡൺ. അതല്ലെങ്കിലും തന്നെ പോലുള്ള മിടുക്കന്മാരെ ഒരു സെൻഡ് ഓഫ് സെറമണിക്ക് ചുമ്മാ തോളിൽ തട്ടി അഭിനന്ദിച്ചാൽ മാത്രം പോരടോ. സോ ഐ ഡിസൈഡഡ് തന്റെ പോസ്റ്റിംഗ് ഓർഡർ എന്റെ കൈ കൊണ്ട് തന്നെ ആകണമെന്ന്. യെസ്. നമുക്ക് നോക്കാം. അക്കാഡമിക്കിലെ കഴിഞ്ഞ ബാച്ചിലെ ഏറ്റവും മിടുക്കനായ ദാവൂദ് ഇബ്രാഹിം എങ്ങോട്ടാണ് നിയുക്തനായിരിക്കുന്നതെന്ന്. This is all a big mistake. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു ഫ്രഷ് പോസ്റ്റിംഗ്, അതും ഇങ്ങനത്തെ ഒരു സ്ഥലത്ത്. എനിക്ക് മനസ്സിലായില്ല. ദാവൂദ്, ഓഫ് സം മിസ്റ്റേക്ക്. നിങ്ങളെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കൊല്ലനഹള്ളിയിലേക്കാണ്. കൊല്ലനഹള്ളി? കേരള കർണാടക ബോർഡറിലെ ഒരു ഹെൽ ലൈക്ക് പ്ലേസ്. ഒരിക്കലും ഒരു ഫ്രഷർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ഇടം. അൺയൂഷ്വൽ ആയിട്ടുള്ള ട്രാൻസ്ഫറുകൾ മാത്രമാണ് അവിടെ നടക്കാറുള്ളത്. പോലീസിനോ പോലീസ് സ്റ്റേഷനോ യാതൊരു സ്പേസും ഇല്ലാത്ത നാടാണ്. ആൻഡ് ഇഫ് ഐ എം കറക്റ്റ്, 10-15 വർഷമായി അവിടെ ഒരു പോസ്റ്റിംഗ് നടന്നിട്ട്. അവിടെ പോസ്റ്റ് ചെയ്തതിന്റെ പേരിൽ സർവീസിൽ നിന്ന് റിസൈൻ ചെയ്തവർ വരെ ഉണ്ട്. What can I do? സർ, അവിടെ ഞാൻ നേരിടേണ്ടി വരുന്ന ചലഞ്ചസ് അതെന്ത് തന്നെയാണെങ്കിലും ആര് തന്നെയാണെങ്കിലും ഐ എം റെഡി ടു ഫേസ് ഇറ്റ്. സോ പ്ലീസ് സർ. All right. If you are so determined, ഞാൻ തന്നെ തടയുന്നില്ല. Thank you. But always remember, this was your call. Sir. Okay, young man. കേരള പോലീസിലേക്ക് സ്വാഗതം. കൊല്ലനഹള്ളിയിലേക്ക് നിങ്ങൾ പോകുന്നത് ഇൻസ്പെക്ടറുടെ അധിക ചുമതലയുമായിട്ടാണ്. So you are Inspector Dawood Ibrahim. Inspector Dawood Ibrahim. He's the man we're talking about. Yeah, he's got a really plan. Sir, I am Serena Router. Thank you, Serena. Quarters okay ആവുന്നത് വരെ സാറിന് ഗസ്റ്റ് ഹൗസിലാണ് സ്റ്റേ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കുളിച്ചുകൊണ്ട് റെസ്റ്റ് ചെയ്യാമെന്ന ഗസ്റ്റ് അല്ല ഞാൻ. ഇറ്റ്സ് 9:30 now. ഷാർപ്പ് 11 പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിൽ ഒരു മീറ്റിംഗിനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യാം.
കേരള കർണാടക ബോർഡറിലെ ഏറ്റവും സുപ്രധാനമായ സിറ്റി. ഇന്റർനാഷണൽ സെക്ടറിലേക്ക് നിലവാരമുയർത്തുന്ന പോർട്ട് അടക്കം ഹൈ ആൻഡ് സെക്യൂരിറ്റി ഡിമാൻഡ് ചെയ്യുന്ന 10-ലധികം സെന്ററുകൾ. ഈ സെന്ററിലെ ദ മോസ്റ്റ് ഗൂഗിളിലെ വൺ ടച്ച് ക്ലിക്കിൽ തെളിയുന്ന വിക്കി ഇൻഫർമേഷൻസ് അല്ല എനിക്ക് വേണ്ടത്. ഏതൊരു നഗരത്തിനും ഒരു അണ്ടർവേൾഡ് കാണും. സ്പീക്ക് അബൌട്ട് ദ നൈറ്റ് വാക്കേഴ്സ് ഓഫ് ദി സിറ്റി. സർ, ഇത് വാസ്കോ. ഇന്നീ നഗരത്തിൽ നടക്കുന്ന ഏത് ക്രൈമിന്റെയും പിന്നിൽ വാസ്കോ എന്ന പേരുണ്ടാകും. മംഗലാപുരത്തെക്കാളും വലിയൊരു ഓർഗനൈസ്ഡ് ക്രൈം ക്യാപിറ്റലായി കൊല്ലനഹള്ളി നിയർ ഫ്യൂച്ചറിൽ മാറുമെങ്കിൽ അതിനു പിന്നിൽ ഇയാളുടെ മാത്രം കഴിവും ബുദ്ധിയുമായിരിക്കും. പക്ഷേ there is not even a single case charged against him. കൈ, ഇയാളുടെ റിയൽ ഐഡന്റിറ്റി ഇന്നും ഒരു മിസ്റ്ററിയാണ്. വാസ്കോസ് റൈറ്റ് ഹാൻഡ്, a worse kind of sex maniac too. And finally, യേശു. ഈ കൊല്ലനഹള്ളി മുഴുവൻ റീച്ചുള്ള ഒരു മോണിറ്ററിംഗ് നെറ്റ്വർക്ക്. ഇവിടെ നടക്കുന്നത് എന്തും യേശു അറിയും നിമിഷങ്ങൾക്കുള്ളിൽ. ഇവിടെ ബാക്കിയുള്ള എല്ലാ പ്രശ്നങ്ങളും പ്രശ്നക്കാരും ഇവർ 3 പേരിൽ തുടങ്ങി ഇവരിൽ തന്നെ അവസാനിക്കുന്നു. So things are loud and clear now. I will start with plan B here. What do you mean, sir? വാസ്കോയുടെ ആ കയ്യങ്ങടുത്ത് നമുക്ക് തുടങ്ങാം. What? എൻകൗണ്ടർ. But sir, അപ്പോൾ പ്ലാൻ എ? എനിക്ക് എല്ലാ എപ്പോഴും ഒരു ഒറ്റ പ്ലാനേ ഉള്ളൂ സർ. There is never plan A. Oh yeah. Yeah, let's go. Oh yeah. Yeah, let's go. Let's go. I'm the king of the king, I'm the dawn of the dawn. Roscoe, Roscoe, that's the name you gotta feel. Even doubt I can go. My roots are for sure. Roscoe, ബാഡ് ലക്സ് ആണെന്താ. തോൽവി എന്നാൽ മരണം എന്നാണ് ഇവിടെ അർത്ഥം. മൊന ഫിനിഷ്. വാസ്കോന്റെ മണ്ണിൽ വന്ന് വാസ്കോനെ തോണ്ടാൻ മാത്രം ചങ്കുറുപ്പുള്ളവൻ ആരാണ്? തീപാറും താനെ കളിമാറും കൂടെ ഇടിമിന്നൽ പായുന്ന അല്ല സാർ, വാസു. ചിലർ ബഹുമാനത്തിൽ ചൊക്ലി വാസു എന്നും പറയും. അപ്പുറത്തുള്ളത് കൈമളം, ഇത് കർത്താവും. പിഴ ക്ലാസ് സാറേ. അല്ല സാറിന് ഇവരെങ്ങനെ അറിയാം? ആ അയ്യോ സാറേ, എന്നാ പിന്നെ നമുക്ക് കോട്ടേഴ്സിലേക്ക് നീങ്ങിയാലോ? ആ സുധിക്ക് ബാഹുലേന്റെ കടയിൽ സാധനങ്ങൾ കൊടുക്കാനുള്ളതാ. അതിന് നോക്കൂ, ഇവിടെ വേറെ വണ്ടിയില്ല. സാറിന് ഇഷ്ടമായി അല്ലേ? ഞാൻ പറഞ്ഞില്ലേ സോമനസായി ദാ ജീപ്പിൽ കിടന്നിട്ടാ പാമ്പ് കടിയേറ്റ് മരിച്ചത്. സാറിന് ഭാഗ്യമുണ്ടെങ്കിൽ അത് സ്റ്റാർട്ടാവും. എന്തായാലും ആ ടയർ സുനാപ്പിക്ക് വാസും പിള്ളേർ അടിച്ചോണ്ടിട്ടുണ്ടാവും. നീ ആ പറഞ്ഞത് സാറിന് വിഷമായി. സാറേ, വെള്ളവും കറണ്ടൊക്കെ ഒരാഴ്ചക്കുള്ളിൽ ശരിയാക്കാം. അല്ല കക്കൂസിന്റെ പോലും അതാണ് ഒറ്റയ്ക്കല്ലേ, അത് അഡ്ജസ്റ്റ് ചെയ്തു. തുറന്നിടന്നിട്ട് ഇപ്പൊ ആരെയാണ്? എന്ത് ഭംഗി എന്നെ കാണാൻ എന്റെയോ മലാളെ. തെളിച്ചല്ലോ. തിരക്കിലാണോ? അതെ. അല്ല 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 സാർ, ഇരിക്കും. ഇന്നലെ ചോദിക്കാനും പറയാനൊന്നും പറ്റിയില്ല. ആകെ ഒരു ഷോക്കിലായിരുന്നു. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ പേര് പറഞ്ഞ? കുട്ടമ്പിള്ള സാർ. റയർ നെയിം. ഞാൻ ഏഞ്ചൽ മേരി.
സ്നേഹമുള്ളവർ അമ്മൂസ് എന്ന് വിളിക്കും. ഈ സ്റ്റേഷൻ അവസ്ഥ മുകളിലുള്ളവരെ അറിയിക്കണം. അറിയിക്കാം. ഒരു പ്രോപ്പർ പോലീസ് സ്റ്റേഷന്റെ ഫംഗ്ഷനാലിറ്റിയിലേക്ക് ഈ സ്റ്റേഷനെ നമുക്ക് മാറ്റിയെടുക്കണം. മാറ്റിയെടുക്കാം സാർ, മാറ്റിയെടുക്കാം. ആ ഒരു ഓട്ടോക്കാരന് പോലും പേടിയില്ലാത്ത രീതിയിലാണ് ഇവിടുത്തെ പോലീസുകാരുടെ അവസ്ഥ. അതൊക്കെ മാറണം. നമുക്ക് പേടിപ്പിക്കാം അല്ലേ? ആ ആദ്യം ക്രിമിനൽസിൽ നിന്ന് തന്നെ തുടങ്ങാം. എല്ലാത്തിനും ലിസ്റ്റ് എനിക്ക് വേണം. മോഷണങ്ങൾ, കൊലപാതകങ്ങൾ, അതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് വേണം ഫയൽസ് കീപ്പ് ചെയ്യാൻ. ഇതുപോലെയല്ല, എല്ലാത്തിനും ഓർഡർ വേണം. ഓർഡർ. ഇവിടെ കുറച്ച് വർഷങ്ങളായിട്ട് തെളിയിക്കപ്പെടാതെ കിടക്കുന്ന വല്ല കൊലപാതക കേസുകളുണ്ട്. കൊലപാതക കേസ് എന്ന് പറയുമ്പോൾ ഈ വാസും പിള്ളേരും 3-4 കൊലകെട്ട കേസുണ്ട് സാർ. കൊലേ? എന്തുപോലെ? നല്ല വിളഞ്ഞ വാഴക്കൊലകൾ ആ നാരികളുടെ കണ്ണിൽപ്പെട്ട അപ്പക്കും. അപ്പോൾ ഇവിടെ ക്രിമിനൽസ്, ഗുണ്ടകൾ, കൊലപാതകൾ, തീവ്രവാദികൾ അങ്ങനെ ആരും ഇല്ലേ? ഇല്ല സാർ, ഇതുവരെ ഇല്ല. ഇവിടെ ആകെ കൂടിയുള്ളത് ഈ 3 പേരാണ്. ഇവന്മാരെന്തെങ്കിലും കട്ടാലോ ഒളിഞ്ഞു നോക്കിയാലോ ഇവിടെ കേസും കൂട്ടവുമായി ആരും വരാറില്ല. കൈ കിട്ടുമ്പോൾ നാട്ടുകാർ തന്നെ ആ കേസിന്റെ വിധി പറഞ്ഞ് ശിക്ഷിക്കാറാ പതിവ്. എൻ്റെ ഓർമ്മയിൽ ഇവിടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ട് 10-15 വർഷമായിട്ട് സാർ. അല്ലേ ഏഞ്ചൽ? ആ, ഈ പൊട്ടക്കുടിയിലാണോ ഞാൻ വന്ന് പെട്ടത്? പൊട്ടക്കുഴി അല്ല സാർ, കൊൽഹനഹള്ളി. ഇവിടെ തുറന്നെടുക്കണോ? എടാ വർക്ക് ഞാൻ വർക്കി, വരുത്തം വർക്കി എന്ന് നാട്ടുകാർ പറയും. ഈ നാട്ടിൽ ഒരു പ്രമാണിയേ ഉള്ളൂ, അത് ഞാനാ. സാർ ഇവിടെ നിന്നല്ല എൻ്റെ പിള്ളേരെ ഇറക്കി വിട്ടെന്ന് കേട്ടു. അതൊന്ന് ചോദിച്ചേച്ച് പോവാൻ വന്നതാ. എടാ വർക്ക്, നീ ഇപ്പൊ എഴുന്നേക്ക്, ഞാൻ പറയാം. എടാ ബാബു, ഇവരെ പിടിച്ചൊന്ന് കൊണ്ടുപോയേ. ആടും പൂടയുമില്ലാത്ത സ്റ്റേഷനിൽ ഒരാൾ ബലം ഉണ്ടായിക്കോട്ടെ എന്നോർത്താ ഞാൻ അവന്മാരിവിടെ താമസിപ്പിച്ചത്. പിള്ളേ, അവനോട് പറഞ്ഞേക്ക് പോലീസിന്റെ കളി എന്നോട് വേണ്ടാന്ന്. ബാബു കാടപ്പക്ഷിയുടെ കൂടെ പണിക്കാൻ നേരമായി. സാറേ, വരുത്തന്മാർക്ക് ഈ നാട്ടിൽ വലിയ പ്രമാണിയാ. ഇത് ശരിയാക്കാൻ പറ്റുന്ന സ്ഥലമുണ്ടോ?